നമസ്കാരം. അങ്ങനെ വിദേശ യാത്രയൊക്കെ കഴിഞ്ഞു വന്ന പിണറായിക്ക് ഇന്ന് നിർണായകമാണ്. ധനമന്ത്രി കെ.എൻ. ബാലഗോപാലിനും ഇന്നുകൂടി കേന്ദ്ര സർക്കാർ കനിഞ്ഞില്ലെങ്കിൽ അടുത്ത മാസത്തെ ശമ്പളവും കൊടുക്കാനുള്ള പെൻഷനും ഒക്കെ മുടങ്ങും. സംസ്ഥാനത്തിന് കടമെടുക്കണമെങ്കിൽ കേന്ദ്രത്തിന്റെ അന്തിമ അനുമതി ലഭിക്കേണ്ടതുണ്ട്. അത് കിട്ടാത്തതാണ് ഇപ്പോൾ ഇതിനെല്ലാത്തിനും പ്രശ്നം. ഇതുവരെ സർക്കിട്ടിലായതുകൊണ്ട് പിണറായി ഇതിന്റെ ഒരു ടെൻഷൻ ഒന്നും അറിഞ്ഞില്ല. അതായത് വെള്ളിയാഴ്ച, അതായത് ഇന്നാണ് അന്തിമ അനുമതി കിട്ടേണ്ടത്. അത് കിട്ടിയില്ലെങ്കിലാണ് പിണറായി ഇക്ഷ വരയ്ക്കാൻ പോകുന്നത് റാൻമൂളി ബാലഗോപാലനും. തിരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടം ഉള്ളതുകൊണ്ട് അനുമതി കിട്ടില്ലെന്നും പറയപ്പെടുന്നുണ്ട്. തീരുമാനം വൈകിയാൽ ഖജനാവ് കാലിയാകും. ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ മാസം ഏകദേശം 10,000-ത്തിലധികം സർക്കാർ ജീവനക്കാരാണ് വിരമിക്കുന്നത്. ഇവർക്ക് ആനുകൂല്യം നൽകുന്നതും പ്രതിസന്ധിയിലാവും. അതിനിടെ ഈ പ്രശ്നത്തെ നേരിടാൻ പെൻഷൻ പ്രായം ഉയർത്തൽ അടക്കമുള്ള പല തരികിട പണികളും സർക്കാരിന്റെ പരിഗണനയിലുമുണ്ട്. റിസർവ് ബാങ്ക് വഴി കടപ്പത്രങ്ങളിലൂടെയാണ് കടമെടുക്കുന്നത്. ചൊവ്വാഴ്ചകളിലാണ് സാധാരണ കടപ്പത്ര ലേലം നടക്കുന്നത്. വരുന്ന ആഴ്ചയ്ക്കുള്ള ലേലത്തിൽ പങ്കെടുക്കാൻ വെള്ളിയാഴ്ചകളിലാണ് വിജ്ഞാപനം ഇറക്കേണ്ടത്. ഈ മാസത്തിലെ അവസാനത്തെ ചൊവ്വാഴ്ച ഈ വരുന്ന 28-നാണ്. വെള്ളിയാഴ്ച, അതായത് ഇന്ന് വിജ്ഞാപനം ഇറക്കിയാൽ മാത്രമാണ് 28-ന് കടമെടുക്കാൻ കഴിയൂ. ഈ സാമ്പത്തിക വർഷത്തെ കേരളത്തിന്റെ കടമെടുക്കൽ പരിധിയിൽ ഔദ്യോഗിക അംഗീകാരം കേന്ദ്രം നൽകിയിട്ടില്ല. 37,000 കോടിയാകും ഇതെന്നാണ് കേരളത്തിന്റെ ഒരു പ്രതീക്ഷ. കുറച്ചൊന്നുമല്ല, കുറച്ചധികം തന്നെ. നേരത്തെ 5,000 കോടി കടമെടുക്കാനുള്ള താൽക്കാലിക അനുമതി ചോദിച്ചപ്പോൾ 3,000 കോടിയാണ് കേന്ദ്രം അനുവദിച്ചത്. ഇത് മെയ് ആദ്യത്തോടെ എടുത്തു കഴിയുകയും ചെയ്തു. ട്രഷറി ഇപ്പോൾ ഓടുന്നത് ഓവർ ഡ്രാഫ്റ്റിലാണ്. കേന്ദ്രത്തിൽ നിന്ന് നികുതി വിഹിതമായി 1,500 കോടി എത്താനുണ്ട്. ഇത് കിട്ടിയാൽ ഓവർ ഡ്രാഫ്റ്റ് ഒഴിവായി കിട്ടും. അതുണ്ടായാൽ വീണ്ടും ഓവർ ഡ്രാഫ്റ്റിലേക്ക് പോയി ശമ്പളവും പെൻഷനും നൽകാൻ കഴിയും. എന്നാൽ ഈ 1,500 കോടി കിട്ടുമോ എന്നതും ആർക്കും അറിയില്ല. മൊത്തം ആഭ്യന്തര വരുമാനത്തിന്റെ 3% കടമെടുപ്പ് പരിധി. ഇത്തവണ കേരളത്തിനെതിരെ 37,512 കോടിയാണ്. എന്നാൽ ഈ സാമ്പത്തിക വർഷം ഇതിന്റെ ഇരട്ടിയെങ്കിലും കടമെടുത്താൽ മാത്രമാണ് കേരളത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയൂ. 2024-25 സാമ്പത്തിക വർഷത്തിൽ 25,000-ഓളം പേരാണ് സർക്കാർ ജോലിയിൽ നിന്നും വിരമിക്കുക. ഇതിൽ 20,000 പേർ വിരമിക്കുന്നത് മെയ് മാസത്തിലും. ശരാശരി ഒരാൾ വിരമിക്കുമ്പോൾ 40 ലക്ഷത്തോളം രൂപ സർക്കാർ നൽകണം. 20,000 പേർക്ക് ഇത്രയും തുക നൽകാൻ കുറഞ്ഞത് 8,000 കോടിയെങ്കിലും വേണം. ഈ സാഹചര്യത്തിലാണ് പെൻഷൻ പ്രായം ഉയർത്തുന്നതിൽ സർക്കാർ ആലോചന തുടങ്ങുന്നത്. പെൻഷൻ പ്രായം 60 കേരളത്തിന്റെ സാമ്പത്തിക നില കൂടുതൽ സുസ്ഥിരമാകുമെന്ന് കരുതുന്നവരുമുണ്ട്. എന്നാൽ യുവാക്കളുടെ പ്രതിഷേധം അതിരുവിടും. ജോലിയില്ലാതെ ഇവരൊക്കെ എത്ര നാളിങ്ങനെ നടക്കാനാണ്? പെൻഷൻ പ്രായം ഉയർത്തിയില്ലെങ്കിൽ വലിയ പ്രതിസന്ധിയായി മാറുമെന്നാണ് ധനവകുപ്പിലെയും പ്രമുഖരുടെ നിലപാട്. എത്ര കൂടിയാലും ഏകദേശം 38,000 കോടിയാകും കടമെടുക്കാനുള്ള കേന്ദ്ര സർക്കാർ ഈ വർഷം അനുവദിക്കാൻ പോകുന്ന പരിധി. ഇതിൽ 10,000 കോടിയിൽ അധികം പെൻഷൻ ആനുകൂല്യം നൽകേണ്ടി വരുന്നത് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ തകർക്കും. കിഫ്ബിയുടെയും മറ്റ് ഫണ്ടുകളുടെയും കടമെടുക്കൽ കണക്കും സംസ്ഥാന സർക്കാരിന്റെ പരിധിയിൽ കൊണ്ടുവന്നാൽ കേരളത്തിന് അനുവദനീയമായ ഈ സാമ്പത്തിക വർഷത്തെ കടമെടുപ്പ് പരിധി 25,000 കോടിയായി ചുരുങ്ങാനും സാധ്യതയുണ്ട്. അങ്ങനെ 25,000 കോടി മാത്രം കടമെടുക്കാൻ ആകുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ പെൻഷന് വേണ്ടി അതിൽ പകുതിയോളം കൊടുക്കുന്നതിലെ പ്രതിസന്ധി ചിന്തിക്കാനേ കഴിയില്ല.